ആൻഡ് എല്ലാവരും ഇപ്പൊ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ആൻഡ് നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ നമ്മൾ വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. വൈൽഡ് ആനിമൽസിന്റെ ഒരു പോയം നമ്മൾ പാടി. അത് കഴിഞ്ഞിട്ട് കളർ ചെയ്യാനുള്ളത് കളർ ചെയ്യാനും പറഞ്ഞു അല്ലെ. ഫൺ ടൈം പേജ് നമ്പർ okay, page number, which page number? 1 to 7, sorry, 1 to 6. Okay, in that portion there's a fun time activity and some of the colors are given there and there is some pictures. Okay, page number 1 to 6 ilane. 1 to 6 ല് കുറച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ. ഇതെന്താണ്? കളർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണല്ലേ. കുറച്ച് കളേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, കുറെ കളേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിൽ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിനും കളേഴ്സ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലെ. ഫസ്റ്റ് അവിടെയുള്ള പിക്ചർ എന്താണ്? സം ക്ലൗഡ്സ് ആർ ദെയർ. ക്ലൗഡ് ആണല്ലേ അത്, മേഘമാണല്ലേ. വാട്ട് ഇസ് ക്ലൗഡ്? മേഘം അല്ലെ. മേഘത്തിന്റെ നിറം പിക്ചർ ഉണ്ട് അവിടെ. So we want to color this in blue color. We want to color it blue. ഇതിന് നമുക്ക് ബ്ലൂ കളർ ആണ് കൊടുക്കേണ്ടത്. നീല അല്ലെ. നീലയാണ് മേഘത്തിന് കൊടുക്കേണ്ട നിറം. കുറച്ച് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ അവര്. ബാക്കിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, കുറച്ച് മലയും കുന്നും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. കുറച്ച് ഹിൽസ് ഒക്കെ ഉണ്ട് അവിടെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീൻ കളർ കൊടുക്കണം. ഗ്രീൻ കളർ. Then here is a flower. Flower and flower is yellow and the center of the flower is red color. Okay. അപ്പൊ ഇത്രയും നിറം കൊടുത്തിട്ട് ഈ പിക്ചറിന് നല്ല ഭംഗിയാക്കാം അല്ലെ. ഏതൊക്കെ നിറങ്ങള്? ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്. ഇത്രയും നിറം കൊടുത്തിട്ട് നമ്മള് നല്ല ഭംഗിയാക്കണം അല്ലെ. സോറി, ആ പിക്ചർ ഇതാ ഇങ്ങനെയാണ്. കംപ്ലീറ്റ് നമ്മള് ആ നിറം തന്നെ കൊടുത്ത് ഭംഗിയാക്കുക. ഇപ്പം സൈഡിലും ഉണ്ട് ആ പിക്ചർ. എങ്ങനെയാണ്? കളേഴ്സ്. ബ്ലൂ ഇൻ ദ ലേക്ക്. ബ്ലൂ ഇസ് ഇൻ ദ ലേക്ക്. യെല്ലോ ഇസ് ദ സൺ. ഓക്കെ, നെക്സ്റ്റ് വണ്ണില് അങ്ങനെയാണ്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആദ്യത്തെ പിക്ചറിൽ മുഴുവൻ ബ്ലൂ, ഇവിടെ ഗ്രീൻ, ഹിൽസിനൊക്കെ ഗ്രീൻ, ഫ്ലവറിന് യെല്ലോ, സെന്ററിൽ റെഡ്. ഇത്രയും കളർ കൊടുക്കുക അല്ലേ. നോക്കാം, കുറച്ച് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മള് അതുപോലെ കളർ ചെയ്യാണ് വേണ്ടത് ഭംഗിയായിട്ട് അല്ലേ. ഇതേപോലെ കളർ ചെയ്യാം. ആൻഡ് സെക്കൻഡ് പിക്ചറിൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? കളേഴ്സ്. ബ്ലൂ ഈസ് ദ ലേക്ക് ആൻഡ് യെല്ലോ ഈസ് ദ സൺ. ഓക്കെ, റെഡ് ഈസ് ദ ആപ്പിൾ ആൻഡ് ഗ്രീൻ ഈസ് ദ ട്രീ. അവിടെ ഒരു റൈമും കൊടുത്തിട്ടുണ്ട് അല്ലെ. ബ്ലൂ ഈസ് ദ ലേക്ക്. എന്താണ് ബ്ലൂ കളറിലുള്ളത്? ലേക്ക് ഒക്കെ ബ്ലൂ കളറിലാണ് ഉണ്ടാവുക അല്ലെ. ലേക്ക് എന്താണ്? തടാകം അല്ലെ. വെള്ളം. വെള്ളം കാണുമ്പോഴെന്താണ്? ലൈറ്റ് ബ്ലൂ കളറിൽ ആണ് ലേക്ക് ഉണ്ടാവുക. Then yellow is the sun. Sun is the yellow color. സൂര്യന്റെ നിറം എന്താണ്? മഞ്ഞ നിറാണല്ലേ ഉണ്ടാവുക. സൂര്യനെ നല്ല വെയിലുള്ള സമയത്ത് നോക്കിയാൽ എന്ത് നിറം ഉണ്ടാവുക? മഞ്ഞ നിറാണല്ലേ. കണ്ടിട്ടുണ്ടോ സൂര്യനെ? ഉണ്ടോ മഞ്ഞ നിറത്തില്? ഉണ്ട്. Then red is the apple. Which color is apple? Apple is red color അല്ലേ. ആപ്പിൾ ഏത് നിറം ഉണ്ടാവുക? റെഡ്. So blue is the lake, yellow is the sun, red is the apple and green is the tree. Okay, ഇതെല്ലാം എന്താണ്? മരങ്ങളൊക്കെ പച്ച നിറാണ് ഉണ്ടാവുക. സൂര്യൻ എന്താണ്? യെല്ലോ കളറാണ്. Lake is blue in color and red is the apple. So ഈ പിക്ചർ എന്നിട്ട് നല്ല ഭംഗിയായി കൊടുക്കുക. ഇതിലെന്താണ്? Clouds are blue color and hills are green in color and flowers are yellow and red. In the first page, a picture, a flower is there, yellow and red. രണ്ട് ഫ്ലവർ എന്താണ്? മഞ്ഞയും ചുവപ്പും ആണ് അല്ലെ. ഒരു പൂവിന്റെ ആദ്യത്തെ പൂവിന്റെ നടുവിൽ നല്ല ചുവന്ന നിറാണ് കൊടുക്കേണ്ടത്. ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? യെല്ലോ കളർ കൊടുക്കാം. സെക്കൻഡ് വണ്ണില്
നടുവില് നല്ല യെല്ലോ കളറും അതിന്റെ ഇടലുകളിലൊക്കെ എന്ത് ചെയ്യാം റെഡ് കളറും കൊടുക്കുക അല്ലെ. നല്ല ഭംഗിയായിട്ട് അത് കളർ ചെയ്യാം. ആരാ അവിടെ കൊച്ചു ടിവിയും കണ്ടോണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന ജുവലാണോ അത്? ആണോ എന്ന് പറഞ്ഞേ ജുവലേ. ഓഫ് ചെയ്തു അല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ. ലിസൺ ഹിയർ, ലിസൺ. എന്താണ് ജുവൽ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സോ ലിസൺ, നമ്മൾ ഈ പിക്ചർ നല്ല കളർ കൊടുത്ത് നല്ല ഭംഗിയാക്കുക അല്ലെ. എന്താണ് ഈ ക്ലൗഡ്സിന് ബ്ലൂ കളർ കൊടുക്കുക, ഗ്രീൻ ഇവിടെ ഈ കുന്നിനും മലയ്ക്കും ഒക്കെ ഗ്രീൻ കളർ എന്നിട്ട് നല്ല ഭംഗിയിൽ കളർ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരുകയും വേണം. നെക്സ്റ്റ് ആക്ടിവിറ്റി ഉള്ളത് tear tiny pieces of colored paper of different colors, paste them on the kite. ഇവിടെ ഒരു കൈറ്റിന്റെ പിക്ചർ ഉണ്ട് അല്ലെ. ഇറ്റ്സ് എ കൈറ്റ്. വാട്ട് ഈസ് കൈറ്റ്? കൈറ്റ് എന്താണ്? കൈറ്റ് എന്ന് വെച്ചാല് അറിയാമോ? കൈറ്റ് ആരാ പറയുന്നേ? ഇവിടെ കൈറ്റ് എന്താണ് ദക്ഷിണ? കൈറ്റ് പട്ടം അല്ലേ, പട്ടം, കൈറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈറ്റ് ഉണ്ടോ കളിക്കാൻ വേണ്ടി വീട്ടില്? ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി നോക്കട്ടെ. ആർക്കും ഇല്ലേ? കശ്യപിനുണ്ടോ? കശ്യപ് ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ട്. കശ്യപിന്റെ അടുത്ത് ഉണ്ട് എന്നാ പറയുന്നത് കൈറ്റ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് കുറെ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മള് ഈ കൈറ്റില് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അല്ലെ. ഇങ്ങനെ ഇതിന്റെ അകത്ത് നിറയെ ഡിഫറെന്റ് കളറുള്ള പേപ്പർ പീസസ്, നല്ല കളർ പേപ്പർ ഒക്കെ ഉണ്ടാവും അല്ലെ. പല നിറമുള്ള പേപ്പർ എടുത്തിട്ട് പീസ് ആക്കിയിട്ട് എന്ത് ഇതിന്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുക. താഴെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാകും. ഇതുപോലെ ഉള്ള ഒരു കൈറ്റാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. പീസ് ഓഫ് പേപ്പേഴ്സ് ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കൈറ്റ് ഇതുപോലെ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. ആരാണ്? കശ്യപാണോ? ഓക്കെ, ശരി, ഉണ്ടാക്കണം കേട്ടോ അതുപോലെ. കേട്ടോ കശ്യപേ? കേട്ടു അല്ലേ? അപ്പൊ ഇതുപോലുള്ള പീസ് ഓഫ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു കൈറ്റ് നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെ പോർഷൻസ് മുഴുവൻ നമ്മള് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ആദ്യത്തെ പോർഷൻ മുതൽ നോക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയത്, ഏതൊക്കെ നിങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ഉള്ളതൊക്കെ ഓരോ പിക്ചേഴ്സ് നോക്കാം. വൈൽഡ് ആനിമൽസിനെ കണ്ടാൽ അത് വൈൽഡ് ആനിമൽ ആണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലേ. അതപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബോഡി പാർട്സ് ഒക്കെ നന്നായി പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്നിട്ട് എല്ലാ ബോഡി പാർട്സും നന്നായിട്ട് മിസ്സിന് പറഞ്ഞു കാണിക്കാം. സോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ടാറ്റാ, സീ യു, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ.